ശ്രീ മാത്സിലേക്ക് സ്വാഗതം. PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഫോർമുലാസും ഷോർട്ട് കട്ട് മെത്തേഡ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പാർട്ട് 4 ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ ഒരു ദീർഘചതുര ABCD കൺസിഡർ ചെയ്യുക. ABCD ദീർഘചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? 4 കോണുകളും മട്ടക്കോണുകളാണ്. ഇത് 90, ഇത് 90, ഇത് 90, ഇത് 90. 4 കോണുകളും 4 വശങ്ങളുമാണുള്ളത്. നീളം L യൂണിറ്റും വീതി B യൂണിറ്റും ആയിട്ടുള്ള ദീർഘചതുരം. അതിൻ്റെ ഫോർമുലാസ് നമുക്ക് നോക്കാം. ഒരു ദീർഘചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇങ്ങനെ, ഇത് നീളം, ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാകും. വീതി B യൂണിറ്റ്. അതായത് ദീർഘചതുരത്തിൻ്റെ നീളം L യൂണിറ്റും വീതി B യൂണിറ്റുമായാൽ വിസ്തീർണം അഥവാ പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് L × B ചതുരശ്ര യൂണിറ്റാണ്. ചതുരശ്ര യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ യൂണിറ്റിലാണെങ്കിൽ മീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്റർ യൂണിറ്റിലാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 × L + B. 2 × L + B. ഇനി നമുക്കിതിൻ്റെ വികരണം നോക്കാം. വികരണം എന്ന് പറഞ്ഞാൽ 2 കോണുകളെ, എതിർ കോണുകളെ യോജിപ്പിക്കുന്നു. ഇതാണ് ഇതിൻ്റെ വികരണം. D എന്ന് കൊടുക്കാം. വികരണം ഇങ്ങനെ ഇങ്ങോട്ടുമുണ്ട്. ഇവിടെ 2 എതിർ കോണുകൾ വരുന്നുണ്ട്. എതിർ കോണുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈന് DBയും AC-യും DBയും 2 വികരണങ്ങളാണ് വരുന്നത്. വികരണത്തിൻ്റെ നീളവും വീതിയും തന്നിട്ട് വികരണത്തിൻ്റെ നീളം ചോദിച്ചാൽ √L² + B². ദീർഘചതുരത്തിൻ്റെ നീളം L-ഉം വീതി B-യും ആയാൽ വിസ്തീർണം അഥവാ പരപ്പളവ് കാണാൻ L × B ചതുരശ്ര യൂണിറ്റ്, ചുറ്റളവ് കാണാൻ 2 × L + B യൂണിറ്റ്, വികരണത്തിൻ്റെ നീളം കാണാൻ √L² + B². L എന്ന് പറയുന്നത് നീളം, ലെങ്ത്, B ബ്രെഡ്ത്ത്, വീതി. ഒരു സാമാന്തരിക അഥവാ പാരലലോഗ്രാം പഠിക്കുക. അതായത് ഒരു സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായിരിക്കും. ഇവിടെ ABCD കൺസിഡർ ചെയ്താൽ AB = CD. ABയും CD-യും സമാന്തര വശങ്ങളാണ്. ABCDക്ക് പാരലലും ആയിരിക്കും. AB ∥ CD. ABയും CD-യും ഒരേ ചരിവുമായിരിക്കും. അതുപോലെ AD-BC എതിർവശങ്ങൾ AD = BC ആൻഡ് AD ∥ BC. ഇവിടെ എതിർ ജോഡി വശങ്ങൾ ഏതൊക്കെയാണ്? ABയും DC-യും എതിർവശങ്ങളാണ്. എതിർവശങ്ങൾ തുല്യമാണ്. AB = DC ആൻഡ് AD = BC. ADക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് BC. ഇവിടെ എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമായിരിക്കും. എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമായിട്ടുള്ള ഇതിനെയാണ് ഫിഗറിനെയാണ്, 4 വശമുള്ള ഫിഗറിനെയാണ് നമ്മൾ പറയുന്നത് സാമാന്തരികം അഥവാ പാരലലോഗ്രാം എന്ന് പറയും. സാമാന്തരിക ABCD പരിഗണിച്ചാൽ ABയും CD-യും എതിർവശങ്ങളാണ്. അത് പാരലലും ആയിരിക്കും, സമാന്തര ഒരേ ചരിവ്, സമാന്തരവുമായിരിക്കും, തുല്യമായിരിക്കും. AB = CD. AB = DC എന്നോ CD എന്ന് പറയാം. ഇനി AD = BC. ADക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന BC. ഇനി അവ തമ്മിലുള്ള ഒരു വശത്തിൻ്റെ നീളം B. ഇവിടെ AB ഒരു സമാന്തരികത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം B-യും ആ വശത്തേക്കുള്ള എതിർ ശീർഷകത്തിൽ നിന്നുള്ള ഉന്നതി H, അല്ലെ ആ വശത്തേക്കുള്ള അകലം H-ഉം ആയാൽ വിസ്തീർണം അഥവാ പരപ്പളവ് കാണാനുള്ള ഫോർമുല B × H ചതുരശ്ര യൂണിറ്റ്. ഒരു വശത്തിൻ്റെ നീളം, ഒരു സാമാന്തരികത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം B-യും അതിൻ്റെ എതിർവശത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലമെന്നോ അല്ലെങ്കിൽ എതിർ ശീർഷകത്തിൽ നിന്നുള്ള ഉന്നതി എന്നോ H എന്ന് പറഞ്ഞാൽ നമുക്ക് B × H ചതുരശ്ര യൂണിറ്റാണ് സാമാന്തരികത്തിൻ്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല. അതായത് എതിർവശങ്ങൾ ഇവിടെ ABCD, ABയുടെ നേരെ എതിരി കിടക്കുന്നത് DC ആണ്. CD അല്ലെങ്കിൽ DC. AB = CD. അത് രണ്ടും തുല്യമായിരിക്കും, സമാന്തരമായിരിക്കും. ഇതേ ചരിവ് തന്നെ ആയിരിക്കും, ഇതേ ചരിവ്, സമാന്തരം, പാരലലായിരിക്കും. അതുപോലെ AD = BC. AD-യും BC-യുടെ ലെങ്തും തുല്യമായിരിക്കും, ഒരേ ചരിവായിരിക്കും, പാരലലുമായിരിക്കും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ സാമാന്തരികം എന്ന് പറയുന്നത്, പാരലലോഗ്രാം. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഇവിടെ ഒരു സമാന്തരികത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം B-യും അതിൻ്റെ എതിർവശത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ അകല H അല്ലെങ്കിൽ അതിൻ്റെ എതിർ ശീർഷകത്തിൽ നിന്നുള്ള ഉന്നതി H എന്ന് പറഞ്ഞാലും വിസ്തീർണം കാണാനുള്ള ഫോർമുല B × H ചതുരശ്ര യൂണിറ്റ്. വൃത്തത്തെ പറ്റി പഠിക്കാം. വൃത്തത്തിൻ്റെ കേന്ദ്രം ഇവിടെ O. കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ദൂരം ആരം, ഇത്രയും ദൂരം.
O മുതൽ ഇങ്ങ് വരെ വൃത്തത്തിലേക്കുള്ള ദൂരം 6. ആരം അതിൻ്റെ ഇരട്ടി വരും വ്യാസം എന്ന് പറയുന്നത്. ആരം 6 എന്ന അക്ഷരത്തെ സൂചിപ്പിക്കുന്നു, റേഡിയസിൻ്റെ ആദ്യത്തെ അക്ഷരം. ഡയമീറ്റർ അതായത് അതിൻ്റെ ഇരട്ടി വരും, ഇത്രയും വരും. ഡയമീറ്റർ എന്ന് പറയുന്നത് ഇത്രയും, ഇതിൻ്റെ ഇരട്ടി വരും വ്യാസം. 6ൻ്റെ ഇരട്ടി 2r എന്ന് പറയും. വ്യാസം 2r ഡയമീറ്റർ. ആരം എന്ന് പറയുന്നത് 6, ഇത്രയും പകുതിയേ വരുന്നുള്ളൂ കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള. വൃത്തത്തിൻ്റെ 2 വ്യത്യസ്ത ബിന്ദുക്കളാണ് എയും ബിയും. അവ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രേഖാഖണ്ഡത്തിനാണ് അഥവാ കോഡെന്ന് പറയുന്നു. കോഡെന്ന് പറയും ഇംഗ്ലീഷ്, CHORD കോഡ്. 2 വ്യത്യസ്ത ബിന്ദുക്കളെ വൃത്തത്തിലെ ഏത് 2 വ്യത്യസ്ത ബിന്ദുക്കൾ എടുത്തിട്ട് അത് യോജിപ്പിച്ചാലും നമുക്കൊരു രേഖാഖണ്ഡം കിട്ടും. PQ എന്ന് 2 പോയിന്റ് എടുക്കുക, അത് തമ്മിൽ യോജിപ്പിച്ചാൽ PQ കിട്ടും. ഇവിടെ വേറെ കോഡ് വരയ്ക്കാം. ഇതാ ഇവിടെ ഒരു P, ഇവിടെ ഒരു Q, കണ്ടോ? ഇത് വേറൊരു ഞാൻ. എത്ര കോഡുകൾ വേണേലും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇവിടെ ആരത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം, 6ൻ്റെ ഇരട്ടിയാണ് D, വ്യാസം ഡയമീറ്റർ, ആരം റേഡിയസ്. 6 ആരമായിട്ടുള്ള ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം കാണുന്ന πr² ചതുരശ്ര യൂണിറ്റ്. പയ്യയുടെ വില 3.14 22/7. അത് വില കാണാതെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഫോർമുല വെച്ചിട്ട് ചെയ്യാൻ പറ്റും എളുപ്പം. ചിലത് 22/7 എന്ന് ഇട്ടാൽ അന്ന് കട്ട് ചെയ്ത് പോകാൻ എളുപ്പം. ചിലത് 3.14 എന്ന് ഇട്ടാൽ നമുക്കത് ഇട്ടിട്ട് ഇൻറ്റു ചെയ്തിട്ട് 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി. വൃത്തപരിധി 2πr യൂണിറ്റ്. വൃത്തപരിധി അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് 2πr യൂണിറ്റ്. മനസ്സിലാക്കുക. വൃത്തത്തിൻ്റെ കേന്ദ്രം ഇവിടെ O, കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള ദൂരം ആരം 6, അതിൻ്റെ ഇരട്ടി വരും വ്യാസം എന്ന് പറയുന്നത്. 2 വ്യത്യസ്ത ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ കോഡ് അഥവാ ഞാണ്, CHORD. PQ 2 വ്യത്യസ്ത ബിന്ദുക്കളാണ്, അത് യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു രേഖാഖണ്ഡം കിട്ടും, അതിനെ ഞാണെന്ന് പറയുന്നു. PQ ഞാണ് അഥവാ കോഡ്. ഇവിടെ AB 2 വ്യത്യസ്ത ബിന്ദുക്കളാണ്. എത്ര 2 വ്യത്യസ്ത ബിന്ദുക്കൾ എടുത്തിട്ട് അത് പരസ്പരം യോജിപ്പിച്ച് കഴിഞ്ഞാൽ കിട്ടും, അതിൻ്റെ ഞാണെന്ന് പറയും, ഞാൻ കോഡ്. ഇവിടെ വൃത്തത്തിലെ കേന്ദ്ര കോണുകളുടെ ആകെത്തുക 360 ഡിഗ്രിയാണ്. സ്തംഭങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട്സ് ആണ്, ഇത് മനസ്സിലാക്കുക. n വശങ്ങളുള്ള ബഹുഭുജ സ്തംഭത്തിൻ്റെ മുഖങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ n+2. 5 വശങ്ങളാണ് 5 + 2 7. മൂലകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2n. n-ഉം 2ഉം കൂടെ ഗുണിച്ചാൽ മതി. വക്കുകളുടെ എണ്ണം കാണാൻ 3n. ഷോർട്ട് കട്ട് ഫോമുലയാണ്. ഉയരം h ആയാൽ ഉപരിതല വിസ്തീർണം കാണാൻ 2 പാദ വിസ്തീർണം ഗുണം ഉയരം. അത് മനസ്സിലാക്കി വെക്കുക. വ്യാപ്തം സമം പാദ വിസ്തീർണം ഗുണം ഉയരം. പാർശ്വമുഖ വിസ്തീർണം സമം പാദ ചുറ്റളവ് ഗുണം ഉയരം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. n വശങ്ങളുള്ള ബഹുഭുജ സ്തംഭത്തിൻ്റെ മുഖങ്ങളുടെ എണ്ണം n+2, മൂലകളുടെ എണ്ണം 2n. എത്ര മൂലകളുണ്ടെന്ന് ചോദിച്ചാൽ 4 സൈഡാന്ന് 2 × 4 8. വക്കുകളുടെ എണ്ണം 3n. ഉയരം h. ഉപരിതല വിസ്തീർണം 2 പാദ വിസ്തീർണം ഗുണം ഉയരം. വ്യാപ്തം സമം പാദ വിസ്തീർണം ഗുണം ഉയരം. പാർശ്വമുഖ വിസ്തീർണം സമം പാദ ചുറ്റളവ് ഗുണം ഉയരം. ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബേസിക്സ് ആണ്, ഇത് മനസ്സിലാക്കി വെക്കുക. ഷോർട്ട് കട്ടാണ്, വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് ഫോർമുലാസാണ്. സ്ക്വയർ പ്രിസം സമയതര സ്തംഭം, അതിൻ്റെ പാത ഏതാകൃതിയിൽ? സമയതരാകൃതിയിൽ. സമയതരത്തിൻ്റെ വിസ്തീർണം കാണാൻ a². ഇവിടെ പാർശ്വമുഖ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 4ah. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉയരം, ഈ പ്രിസത്തിൻ്റെ ഉയരം. പാർശ്വ വിസ്തീർണം കാണാൻ 4ah. ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ താഴെ ഒരു സ്ക്വയർ മുകളിൽ ഒരു സ്ക്വയർ, അതായത് വശം സ്ക്വയർ a² പ്ലസ് പാർശ്വമുഖ വിസ്തീർണം 2a² + 4ah. പാർശ്വമുഖ വിസ്തീർണവും കൂട്ടണം, താഴെ മുകളിലുള്ള സ്ക്വയറിൻ്റെ വിസ്തീർണവും കൂട്ടണം, 2a² + 4ah. വ്യാപ്തം കാണാൻ പാദ വിസ്തീർണം ഗുണം ഉയരം. പാദ ഏതാകൃതിയിൽ? സമയതരാകൃതിയിൽ. ആണ് വശം, a² × h. സമയതര സ്തംഭം സ്ക്വയർ പ്രിസം, പാദ വിസ്തീർണം a². പാദം സ്ക്വയറിൻ്റെ ആകൃതിയിലാണ്, a ആണ് വശം സ്ക്വയർ. പാർശ്വമുഖ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 4ah. അതായത് ഇങ്ങനെ ഒരു സൈഡ്, അപ്പുറം ഒരു സൈഡ്, അപ്പുറം ഒരു സൈഡ്, അതായത് അത് റെക്റ്റാങ്കിൾ ആകൃതിയിൽ വരും. അത് ah നീളം ഗുണം വീതി വരും. അപ്പോൾ 4ah പാർശ്വമുഖ വിസ്തീർണം. ഇനി ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ താഴെ മുകളിൽ ഓരോ സ്ക്വയർ, a² + 4ah. പാർശ്വമുഖ വിസ്തീർണവും താഴെ മുകളിലുള്ള സ്ക്വയറിൻ്റെ വിസ്തീർണം കൂടെ കൂട്ടും, 2a² + 4ah. വ്യാപ്തം സമം പാദ വിസ്തീർണം ഗുണം ഉയരം, a²h. ഇത് മനസ്സിലാക്കുക. ആ മുഖവും ചായം പൂശിയ n വശങ്ങളുള്ള ക്യൂബിനെ യൂണിറ്റ് ക്യൂബുകളാക്കി മുറിച്ചാൽ
അങ്ങനെ എപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. ആകെ ക്യൂബുകളുടെ എണ്ണം കാണാനുള്ള ഫോർമുല n ക്യൂബ്. ഷോർട്ട് കട്ടാണ്. ഒരു മുഖത്തും ചായം പുരളാത്ത ക്യൂബുകളാണെങ്കിൽ n-2 എന്നതിൽ തന്നിരിക്കും ചോദ്യത്തിൽ. ഒരു മുഖത്ത് ചായം പുരട്ട ക്യൂബുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 6 × n-2 ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ട് ഫോർമുലാസ് ഓർത്തിരുന്നാൽ മതി. രണ്ട് മുഖത്ത് ചായം പുരണ്ട ക്യൂബുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 12 × n-2. ഈ ഷോർട്ട് കട്ട് ഫോർമുലാസ് ഓർത്തിരുന്നാൽ നമുക്ക് അത് ഹൃദയസ്ഥമാക്കിയാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാ മുഖവും ചായം പൂശിയ n വശമുള്ള ക്യൂബിനെ യൂണിറ്റ് ക്യൂബുകളാക്കി മുറിച്ചാൽ ആകെ ക്യൂബുകളുടെ എണ്ണം n ക്യൂബ്. രണ്ട് മുഖത്ത് ചായം പുരളാത്ത ക്യൂബുകളുടെ എണ്ണം n-2 ഒരു മുഖത്ത് ചായം പുരണ്ട ക്യൂബുകളുടെ എണ്ണം 6 × n-2. രണ്ട് മുഖത്ത് ചായം പുരണ്ട ക്യൂബുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 12 × n-2. ഈ ഫോർമുലാസ് ഷോർട്ട് കട്ട് ഫോർമുലാസ് ആണ്. അത് ബൈഹാർട്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സമഭുജ സാമാന്തരിക എന്താണെന്ന് നോക്കാം. സമഭുജ സാമാന്തരിക പേരിൽ തന്നെ ഉണ്ട് സമഭുജം. ഈ സാമാന്തരികമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. ഒരു പാരലലോഗ്രം തന്നെയാണ്, ഒരു സാമാന്തരികമാണ്. പക്ഷെ അതിൻ്റെ ഭുജങ്ങളെല്ലാം തുല്യമായിരിക്കും, സമഭുജങ്ങൾ. അതായത് ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യ നീളമാണ്. ABCD നോക്കിക്കട്ടെ. AB-യും BC-യും CD-യും DA-യും എല്ലാം ഒരേ ലെങ്ത് ആയിരിക്കും. ഇനി ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം B-യും ആ വശത്തേക്കുള്ള ഉന്നതി H-ഉം ആയാൽ വിസ്തീർണം കാണാനുള്ള ഫോർമുല B × H ചതുരശ്ര യൂണിറ്റ്. ഇനി ഇതിൻ്റെ വികരണങ്ങൾ നോക്കാം നമുക്ക്. വികരണങ്ങൾ എന്ന് പറഞ്ഞാൽ എതിർ ശീർഷകങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈൻ സെഗ്മെൻ്റാണ്, രേഖാഖണ്ഡമാണ് വികരണങ്ങൾ. അതായത് AC, എയുടെ നേരെ എതിരി കിടക്കുന്ന ശീർഷകം ഏതാണ്? C. AC അതൊരു വികരണമാണ്. അത് D1-ഉം DB അത് D2 ആയാൽ പരസ്പരം ലംബങ്ങളായിരിക്കും. അത് ഉണ്ടാക്കുന്ന ആംഗിള് 90° ആയിരിക്കും. ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ ഒരു റോംബസിൻ്റെ ഒരു വശം B യൂണിറ്റും ആ വശത്തേക്കുള്ള ഉന്നതി H യൂണിറ്റും ആയാൽ വിസ്തീർണം കാണാനുള്ള ഫോർമുല B × H ചതുരശ്ര യൂണിറ്റ്. വികരണത്തിൻ്റെ നീളങ്ങൾ D1-ഉം D2-ഉം ആയാൽ വിസ്തീർണം കാണാനുള്ള ഫോർമുല D1 × D2/2. D1 D2/2 അത്രയും ചതുരശ്ര യൂണിറ്റ്. അതായത് സമഭുജ സാമാന്തരികം അതാ റോംബസിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. എതിർവശങ്ങൾ പാരലൽ സമാന്തരമായിരിക്കും. സമഭുജ സാമാന്തരിക ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് ABCD എന്നൊരു റോംബസ് സമഭുജ സാമാന്തരികം കൺസിഡർ ചെയ്താൽ AB-യും BC-യും CD-യും DA-യും എല്ലാം തുല്യ അളവായിരിക്കും. ഇവിടെ B എന്ന് പറയുന്ന ഒരു വശത്തിൻ്റെ നീളവും ആ വശത്തേക്കുള്ള ഉന്നത് H-ഉം ആയാൽ വിസ്തീർണം കാണാനുള്ള ഫോർമുല പരപ്പളവ് ഏരിയ എന്ന് പറയുന്നത് B × H ചതുരശ്ര യൂണിറ്റ്. എതിർ ശീർഷകങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്ന ലൈൻ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ വികരണങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ എയും അതിൻ്റെ എതിരി കിടക്കുന്ന ശീർഷകം C, വെർട്ടെക്സ് എയും സിയും ആ മൂലകൾ തമ്മിൽ യോജിപ്പിക്കുന്ന വികരണം D1-ഉം BD അടുത്ത ബിയുടെ എതിരി കിടക്കുന്ന D യോജിപ്പിക്കുന്ന D2-ഉം. റോംബസിൻ്റെ വികരണങ്ങൾ D1-ഉം D2-ഉം ആയാൽ അവയുടെ വിസ്തീർണം കാണാൻ, വികരണങ്ങൾ തന്നിട്ട് വിസ്തീർണം കാണാൻ പറഞ്ഞാൽ D1 D2/2 അല്ലെ ഹാഫ് ഓഫ് D1 D2 അത്രയും ചതുരശ്ര യൂണിറ്റ്. ചതുരസ്തംഭം ക്യൂബോയിഡ്. നീളം L, വീതി B, ഉയരം H യൂണിറ്റ്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് L, B, H. ചതുരസ്തംഭം ക്യൂബോയിഡ്. ഈ ക്യൂബോയിഡിന് ചതുരസ്തംഭത്തിന് എത്ര മുഖങ്ങളുണ്ട്? 6 മുഖങ്ങൾ. 4 പാർശ്വമുഖങ്ങളും താഴെ മുകളിലും ഓരോ മുഖങ്ങളും. അതായത് താഴെ 1 മുകളിലൊന്ന്. 4 2 6 മുഖങ്ങൾ. എത്ര മൂലകളുണ്ട്? താഴെ 4 മൂലകൾ, മുകളിൽ 4 മൂലകൾ. ആകെ 8 മൂലകൾ. എത്ര വാക്കുകളുണ്ട്? 12 വാക്കുകൾ. ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല 2 × LB + BH + LH. എല്ലാം ഗ്രൂപ്പ് ചെയ്ത് എഴുതിയാൽ മതി. ഉപരിതല വിസ്തീർണം അത്രയും ചതുരശ്ര യൂണിറ്റ്. വ്യാപ്തം കാണാൻ L × B × H. വ്യാപ്തം ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്. നീളം × വീതി × ഉയരം. ഇവിടെ വികരണത്തിൻ്റെ നീളം കാണാൻ √L² + B² + H². ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നു കഴിഞ്ഞാൽ ചതുരസ്തംഭത്തിൻ്റെ വികരണത്തിൻ്റെ നീളം കാണാൻ √L² + B² + H². ഇതാണ് ക്യൂബോയിഡ്. ഇത് ചതുരസ്തംഭം. ഇത് നീളം, ഇത് വീതി, ഇത് ഉയരം. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ക്യൂബോയിഡ്. അതിൻ്റെ നീളം L, വീതി B, ഉയരം H. അതായത് എത്ര മുഖങ്ങളുണ്ടാകെ? 6 മുഖങ്ങൾ. 4 പാർശ്വമുഖങ്ങളും താഴെയും മുകളിലും
ഓരോ മുഖങ്ങൾ, അതായത് 4 2 6. എത്ര മൂലകളുണ്ട്? താഴെ 4 മൂലകൾ, മുകളിൽ 4 മൂലകൾ, ആകെ 8 മൂലകൾ. 4 4 8. എത്ര വക്കുകളുണ്ട്? 12 വക്കുകളുണ്ട് ആകെ. ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല 2 × LB + BH + LH. ഓരോന്നും ഗ്രൂപ്പ് ചെയ്ത് എഴുതിയാൽ മതി രണ്ടെണ്ണം. വ്യാപ്തം സമം L × B × H. ഇത്രയും ക്യൂബിക് യൂണിറ്റ്സ്. വിസ്തീർണമാണെങ്കിൽ ചതുരശ്ര യൂണിറ്റ്. വികരണത്തിൻ്റെ നീളം കാണാനുള്ള ഫോർമുല √L² + B² + H². ക്യൂബ് അഥവാ സമചതുരക്കെട്ടയെ പറ്റി പഠിക്കാം. ഇതാണ് ക്യൂബിൻ്റെ ചിത്രം. ക്യൂബിന് എത്ര മുഖങ്ങളുണ്ട്? 6 മുഖങ്ങളുണ്ട്. പാർശ്വമുഖങ്ങൾ 4, താഴെ മുകളിൽ ഓരോ മുഖങ്ങൾ, അങ്ങനെ 4 2 6. എത്ര മൂലകളുണ്ട്? താഴെ 4 മൂല, മുകളിൽ 4 മൂല, 4 4 8 മൂലകൾ. എത്ര വക്കുകളുണ്ട്? 12 വക്കുകളുണ്ട്. ഒരു വശത്തിൻ്റെ നീളം A യൂണിറ്റ് ആയ ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല 6A² ചതുരശ്ര യൂണിറ്റ്. വ്യാപ്തം കാണാനുള്ള ഫോർമുല A³ യൂണിറ്റ്. വികരണത്തിൻ്റെ നീളം കാണാനുള്ള ഫോർമുല √3A. ഈ ഫോർമുലാസ് എല്ലാം ഹൃദയസ്ഥമാക്കി വെക്കുക. ഇനി ഒരു വശത്തിൻ്റെ നീളം x ആയാൽ അതിൻ്റെ വിസ്തീർണം x² മടങ്ങാകും. ക്യൂബിൻ്റെ ഒരു വശത്തിൻ്റെ നീളം x ആയാൽ വ്യാപ്തം x³ മടങ്ങാകും. ഇത് മനസ്സിലാക്കി വെക്കുക. ഒരു സമചതുരക്കട്ട അഥവാ ക്യൂബിന് എത്ര മുഖങ്ങളുണ്ട്? 6 മുഖങ്ങളുണ്ട്. പാർശ്വമുഖങ്ങൾ 4, താഴെ മുകളിലും ഉള്ളതും കൂടെ കൂട്ടുമ്പോൾ 4 2. താഴെ ഒരു മുഖം, മുകളിൽ ഒരു മുഖം, അതായത് 4 2 6 മുഖങ്ങളുണ്ടാകെ. എത്ര മൂലകളുണ്ട്? താഴെ 4 മൂല, മുകളിൽ 4 മൂല, 4 4 8. എത്ര വക്കുകളുണ്ട്? ആകെ 12 വക്കുകൾ. ഒരു വശത്തിൻ്റെ നീളം A ആയ ക്യൂബിൻ്റെ ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല 6A² ചതുരശ്ര യൂണിറ്റ്. വ്യാപ്തം കാണാനുള്ള ഫോർമുല A³ യൂണിറ്റ്. വികരണത്തിൻ്റെ നീളം √3A. ഒരു വശത്തിൻ്റെ നീളം x ആയാൽ, ക്യൂബിൻ്റെ ഒരു വശത്തിൻ്റെ നീളം x ആയാൽ വിസ്തീർണത്തിൻ്റെ നീളം x² മടങ്ങാകും. വ്യാപ്തം x³ മടങ്ങാകും. സ്തംഭം അഥവാ സിലിണ്ടറിൻ്റെ ഫിഗർ ഇതാണ്. ഉയരം h, ആരം 6. പാദവിസ്തീർണം, പാദം വൃത്താകൃതിയിലാണ്. പാദവിസ്തീർണം, വൃത്തത്തിൻ്റെ വിസ്തീർണം കാണാൻ πr². വക്രമുഖ വിസ്തീർണം എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസ് ഏരിയ, ഇംഗ്ലീഷ് 2πRH. വ്യാപ്തം എന്ന് പറഞ്ഞാൽ പാദവിസ്തീർണം ഗുണം ഉയരം πr²h. വോളിയം V = πr²h. പാദവിസ്തീർണം ഗുണം ഉയരം. ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം, താഴെ ഒരു വൃത്തത്തിൻ്റെ രൂപം. അപ്പോൾ πr² + πr², 2πr², പിന്നെ വക്രമുഖ വിസ്തീർണം കൂടെ കൂട്ടണം, +2πRH. 2πr² + 2πRH എന്ന് പറഞ്ഞാൽ 2πr കോമൺ ആയിട്ട് വെളിയിലെടുത്തു കഴിഞ്ഞാൽ 2πr × r+h. ഉപരിതല വിസ്തീർണം, സർഫസ് ഏരിയ, സർഫസ് ഏരിയ, ഉപരിതല വിസ്തീർണം. വൃത്തസ്തുതി അഥവാ കോണം, അത് ഈ ഷേപ്പിലാണ്. ഒരറ്റം മുനയായിട്ടുണ്ട്, മറ്റേ അറ്റം പാദം, മറ്റേ അറ്റം വൃത്താകൃതിയിൽ. h അതിൻ്റെ ഉയരം. ഇത് ഒരു മട്ട ത്രികോണമാണ്. ഇവിടെ 90 ഡിഗ്രിയാണ് വരുന്നത്. അതായത് മട്ട ത്രികോണത്തിൻ്റെ കർണമാണ് L. എന്ന് പറയുന്നത് പാർശ്വവൃത്തി, സൈഡിലുള്ള ഉന്നതി. ഇത് നേരെയുള്ള ഉയരം h. r എന്ന് പറയുന്നത് ആരം. അങ്ങനെയാണെങ്കിൽ ഇവിടെ മട്ടത്രികോണം ആയതുകൊണ്ട് കർണം സ്ക്വയർ L². മട്ടക്കോണിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ളത് കർണം² സമം മറ്റ് രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക. അതായത് L² സമം H² + R². L സമം √H² + R². പാർശ്വവ്യതി കാണാൻ പറഞ്ഞാൽ L സമം √H² + R². ചിലത് R L തന്നേക്കും. H കണ്ടിട്ട് വ്യാപ്തം കണ്ടുപിടിക്കേണ്ടി വരും, അല്ലെ ഉപരിതല വിസ്തീർണം കാണേണ്ടി വരും. അങ്ങനെ വന്നാൽ H കാണാൻ √L² - R². ഇവിടെ എല്ലാണ് കാരണം. 6 കണ്ടെങ്കിൽ √L² - H². പാദവിസ്തീർണം, പാദം വൃത്താകൃതിയിലായതുകൊണ്ട് πr². വക്രമുഖ വിസ്തീർണം എന്ന് പറയാൻ πRL. വ്യാപ്തം എന്ന് പറഞ്ഞാൽ 1/3 πr²h. കോണിന്റെ വൃത്തസ്തൂപിയുടെ വ്യാപ്തം 1/3 πr²h. ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഈ πRL-ഉം πr² കൂടെ കൂട്ടണം. πRL-ഉം πr² കൂടെ കൂട്ടണം. അതായത് πr × L + R വരും. സർഫസ് ഏരിയ, ഇത് ഇതിൻ്റെ ഈ ഫോർമുലകളും ഇതിൻ്റെ ബേസിക്സ് എല്ലാം ഹൃദയസ്ഥമാക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇത് മാത്തമാറ്റിക്സിലെ പ്രധാനപ്പെട്ട ഫോർമുലാസും ഷോർട്ട് കട്ട് മെത്തേഡ്സും എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് പാർട്ട് 4 ആണ്. ഒരു പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.